ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കെമിസ്ട്രി പാർട്ട് 2 ആണ്. അതിൽ ആറ്റോമിക് നമ്പർ, ആറ്റോമിക് മാസ്, ആറ്റത്തിൽ എങ്ങനെ ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്നിവയെക്കുറിച്ച് പഠിക്കാം. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അതുകൊണ്ട് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. Z എന്ന അക്ഷരം കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം. ഇനി മാസ് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണമാണ് ആറ്റോമിക് മാസ്. ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളുമാണ് ഉള്ളത്. അതുകൊണ്ട് മാസ് നമ്പർ ഇസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമായിരിക്കും. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ക്ലോറിൻ എടുത്തിരിക്കുകയാണ്. ക്ലോറിൻ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17ഉം മാസ് നമ്പർ 35ഉമാണ്. അപ്പോൾ ഒരു മൂലകത്തെ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് താഴെ ഇടതു ഭാഗത്തായിട്ട് അതിൻ്റെ ആറ്റോമിക് നമ്പർ എഴുതിയിരിക്കുന്നു. ഈ സർക്കിൾ വരച്ചാണ് ആറ്റോമിക് നമ്പർ. മാസ് നമ്പർ മുകൾ ഭാഗത്ത് ഇടതു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ആറ്റോമിക് നമ്പർ പറയുമ്പോൾ ഇവിടെ 17, അപ്പോൾ അത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അതുതന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. അതുപോലെ 35 എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. ഇതിൽ നിന്നും ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പറിനെ ആറ്റോമിക് നമ്പറുമായിട്ട് കമ്മിയാക്കിയാൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. 35 - 17 ഇസ് ഈക്വൽ ടു 18 ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. കാൽഷ്യത്തിന് ഡിനോട്ട് ചെയ്യുക Ca എന്നുള്ള ലെറ്റർ വെച്ചാണ്. ആറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ അതിൻ്റെ 40. അപ്പോൾ ആറ്റോമിക് നമ്പർ 20 ആകുമ്പോൾ അതിലെ പ്രോട്ടോണുകളുടെ എണ്ണം 20, ഇലക്ട്രോണുകളുടെ എണ്ണവും 20. മാസ് നമ്പർ 40 എന്ന് പറയുമ്പോൾ അതിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണം ചേർത്തിട്ടാണ് 40 ആകുന്നത്. അപ്പോൾ ഓൾറെഡി പ്രോട്ടോണുകൾ 20 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണവും കൂടി 20 ആയിരിക്കും. അങ്ങനെ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കമ്മിയാക്കിയാണ് നമ്മൾക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഇനി ഇലക്ട്രോൺ വിന്യാസം. ആറ്റത്തിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യസിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നീൽസ് ബോറിൻ്റെ മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള പ്രത്യേക ഊർജ്ജ നിലയിലാണ് ഇലക്ട്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ഓർബിറ്റലും ഡിനോട്ട് ചെയ്യുക KLMN അല്ലെങ്കിൽ 1 2 3 4 എന്നാണ്. ഓരോ ഓർബിറ്റലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. എത്രയാണ്? 2n². അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും? n = 1 ആവുന്ന സമയത്ത് 2 × 1² 2 നമ്പർ ഉൾക്കൊള്ളും. ഇനി രണ്ടാമത്തെ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും? 2 × 2² = 8. മൂന്നാമത്തെ ഓർബിറ്റലിൽ 18 ഇലക്ട്രോൺസുകൾ. ഇങ്ങനെയാണ് ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസുകളാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിർണ്ണയിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഓർബിറ്റലിലേക്ക് പോവുകയുള്ളൂ. ഇനി ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. അപ്പോൾ ഇലക്ട്രോൺ വിന്യസിക്കാനുള്ള 3 ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒരു ഓർബിറ്റലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. ഇത് പ്രകാരം ഒന്നാമത്തെ ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണും, രണ്ടാമത്തെ ഓർബിറ്റലിൽ മാക്സിമം 8 ഇലക്ട്രോണും, മൂന്നാമത്തെ ഓർബിറ്റലിൽ മാക്സിമം 18 ഇലക്ട്രോണുകളുമാണ് ഉണ്ടാവുക. ഇനി ഏതൊരു ആറ്റത്തിൻ്റെയും പുറമേയുള്ള അല്ലെങ്കിൽ ബാഹ്യതമ ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. ഒരു ഓർബിറ്റൽ കംപ്ലീറ്റായി ഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണുകൾ പോകുകയുള്ളൂ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ലിഥിയം എടുക്കുക. ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3. അപ്പോൾ ഫസ്റ്റത്തെ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും? ഫസ്റ്റത്തെ ഓർബിറ്റലിൽ 2n² പ്രകാരം 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. സെക്കൻഡ് ഓർബിറ്റലിൽ 8 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഈ ലിഥിയം ആദ്യത്തെ ഓർബിറ്റലിൽ 1 ഉൾക്കൊണ്ടിട്ട് രണ്ടാമത്തെ ഓർബിറ്റലിൽ 2 ഉൾക്കൊള്ളാം. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ ഓർബിറ്റലിൽ മാക്സിമം ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം അടുത്ത ഓർബിറ്റലിലേക്ക് പോകേണ്ടത്.
അപ്പോൾ അതെങ്ങനെയാണ് ഫിൽ ചെയ്യുക? ആദ്യത്തെ ഓർബിറ്റിൽ 2 ഫിൽ ചെയ്യും, രണ്ടാമത്തെ ഓർബിറ്റിൽ 1 ഇലക്ട്രോൺ ഫിൽ ചെയ്യും. ഇങ്ങനെയാണ് താഴ്ന്ന ഊർജ്ജ നിലയിൽ ഉള്ള ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകൾ പരമാവധി ഫിൽ ചെയ്തിട്ട് മാത്രമേ അടുത്ത ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ പോവുകയുള്ളൂ. ഇത് മാത്രമല്ല ഒരു കണ്ടീഷൻ, ബാഹ്യതമ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. നമുക്ക് ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കാം. ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ 18 ആണ്. അപ്പോൾ ആദ്യത്തെ ഓർബിറ്റലിൽ നമുക്ക് 2 ഇലക്ട്രോണുകൾ വെച്ചു. രണ്ടാമത്തെ ഇലക്ട്രോൺ മാക്സിമം ഉൾക്കൊള്ളാവുന്നത് 2 × n². ഈ n² വരുമ്പോൾ 2² × 2 8, മാക്സിമം 8. മൂന്നാമത്തെ ഓർബിറ്റലിൽ എത്ര വരും? 8 × 2 10 ആയി. ഇനി മൂന്നാമത്തെ ഓർബിറ്റലിൽ എത്ര? ബാക്കിയുള്ള 8. മൂന്നാമത്തെ ഓർബിറ്റൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. ഇനി ഒന്നാമത്തെ ഓർബിറ്റലിനെ നമ്മൾ K എന്നും ഡിനോട്ട് ചെയ്യും, രണ്ടാമത്തെ ഓർബിറ്റലിനെ L, മൂന്നാമത്തെ ഓർബിറ്റലിനെ M, നാലാമത്തെ ഓർബിറ്റലിനെ N, ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഒരു ഓർബിറ്റൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണായ 2n² ഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. അടുത്തത് ഐസോടോപ്പുകൾ. ഒരു മൂലകം ഏതാണ് എന്ന് പറയുന്നത് അതിലെ ആറ്റോമിക് നമ്പർ നോക്കിയാണ്, അതായത് അതിലെ പ്രോട്ടോണുകളുടെയോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെയോ എണ്ണം നോക്കിയാണ് ആ മൂലകം ഏതാണ് എന്ന് നിശ്ചയിക്കുന്നത്. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അതായത് ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമായിരിക്കും, പക്ഷേ ന്യൂട്രോണുകളുടെ എണ്ണം മാത്രം വ്യത്യസ്തമായിരിക്കുന്ന ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്തമായ ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പുകൾക്ക് ഒരേ രാസ സ്വഭാവമായിരിക്കും ഉണ്ടാവുക, ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസം കാണിക്കും. അപ്പോൾ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ വ്യത്യസ്ത മാസ് നമ്പറും സെയിം ആറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു, അവയ്ക്ക് ചെറിയ ഭൗതിക വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എക്സാമ്പിൾ നോക്കാം. 1H1. ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 1. ന്യൂട്രോണുകൾ ഇല്ല. 1H1. അതിനെന്താ പറയുക? പ്രോട്ടിയം. രണ്ടാമത്തേത് ഹൈഡ്രജൻ്റെ രണ്ടാമത്തേതാണ് 1H2. ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 1. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 - 1 1. ട്രിഷ്യം. ഈ 1H2 എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം, 1H3 എന്ന് പറയുന്നത് ട്രിഷ്യം. പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 1. ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 3 - 1 2. അങ്ങനെ ഈ 3 ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഹൈഡ്രജൻ്റെ 3 ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ 1H1ൽ 0 ന്യൂട്രോണും 1H2ൽ 1 ന്യൂട്രോണും 1H3ൽ 2 ന്യൂട്രോണുണ്ട്. അങ്ങനെ ന്യൂട്രോണുകളുടെ എണ്ണം മാത്രം വ്യത്യസ്തമായി ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമായിരിക്കുന്ന ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഈ 1H1നെ പ്രോട്ടിയം എന്നും 1H2നെ ഡ്യൂട്ടീരിയം എന്നും 1H3നെ ട്രിഷ്യം എന്നും വിളിക്കുന്നു. അതുപോലെ വേറെയും ഐസോടോപ്പുകളുണ്ട്. കാർബണിന് തന്നെ കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. കാർബൺ 14 നമ്മൾ യൂസ് ചെയ്യുന്നത് പാലിയൻറ്റോളജിയിൽ ഫോസിലിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയാണ് കാർബൺ 14 യൂസ് ചെയ്യുന്നത്. കാർബൺ 13 യൂസ് ചെയ്യുന്നത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് കാർബൺ 13 ഉപയോഗിക്കുന്നത്. കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ഏറ്റവും ലഭ്യതയുമുള്ള കാർബണിൻ്റെ ഐസോടോപ്പ്. അപ്പോൾ കാർബണിന് 3 ഐസോടോപ്പുകളാണുള്ളത്. കാർബൺ 12 നമ്മൾ സാധാരണ കോമൺ ആയി കാണുന്ന കാർബൺ, ദെൻ കാർബൺ 13 നമ്മൾ ജന്തുക്കളിലും സസ്യങ്ങളിലുമുള്ള ജീവൽ പ്രവർത്തനങ്ങളെ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഐസോടോപ്പ്, ദെൻ കാർബൺ 14. കാർബൺ 14 ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് യൂസ് ചെയ്യുന്നത്. ഒരു 4-5 ഐസോടോപ്പുകൾ ഞാൻ തന്നിട്ടുണ്ട്. അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമാണ് അയഡിൻ 131 ഉപയോഗിക്കുന്നത്. ദെൻ യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് യുറേനിയം 235. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് യൂസ് ചെയ്യുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ യൂസ് ചെയ്യുന്നു. അയൺ 59 അനീമിയ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. ഏതൊക്കെ ഐസോടോപ്പുകളാണ് വേറെയുള്ളത്? അയഡിൻ 131
തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമാണ് യൂസ് ചെയ്യുന്നത്. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ യൂസ് ചെയ്യുന്നു. അയൺ 59 അനീമിയ കണ്ടെത്താൻ യൂസ് ചെയ്യുന്നു. നമ്മൾ ഐസോടോപ്പുകൾ പഠിച്ചു. ഇനി ഐസോബാറുകൾ. ഐസോടോപ്പുകൾ എന്തായിരുന്നു? ഒരേ ആറ്റോമിക് നമ്പർ ആയിരുന്നു, മാസ് നമ്പർ വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഐസോബാറുകൾ ഇതിൻ്റെ നേരെ തിരിച്ചാണ്. ആറ്റോമിക് നമ്പർ വ്യത്യസ്തമാവുകയും മാസ് നമ്പർ ഒരേതുമായിരിക്കുന്ന മൂലകങ്ങളെയാണ്, ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്തമായ ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആർഗണിന് ആറ്റോമിക് നമ്പർ 18, മാസ് നമ്പർ 40. പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 19, 40 മാസ് നമ്പർ. കാൽഷ്യം ആറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ 40. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 3 ആറ്റങ്ങൾക്കും മാസ് നമ്പർ ഈക്വലാണ്, 40 തന്നെയാണ് മാസ് നമ്പർ. അതേസമയം അവയുടെ ആറ്റോമിക് നമ്പർ വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. ഐസോട്ടോണുകൾ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നൈട്രജൻ 715, കാർബൺ 614. ഇതിൽ എത്രയാണ് ന്യൂട്രോണുകളുടെ എണ്ണം? നൈട്രജൻ 715 15 - 7 8 ന്യൂട്രോണുകളുടെ എണ്ണം. കാർബൺ 614 എത്രയാണ് ന്യൂട്രോണുകളുടെ എണ്ണം? 14 - 6 8. അപ്പോൾ രണ്ടിലും ന്യൂട്രോണുകളുടെ എണ്ണം ഈക്വലാണ്. ഇങ്ങനെയുള്ള ആറ്റങ്ങളെയാണ് ഐസോട്ടോണുകൾ എന്ന് പറയുന്നത്. ഇനി പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മൂലകങ്ങളെ അടുക്കി വെക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരിക്കുന്ന ടേബിളാണ് പീരിയോഡിക് ടേബിൾ. മൂലകങ്ങളെ അവയുടെ മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മെൻഡലിയഫ് പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചു. അതായത് മാസ് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിനനുസരിച്ച് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ വെച്ച ശാസ്ത്രജ്ഞനാണ് മെൻഡലിയഫ്. പക്ഷെ അതിനുശേഷം വന്ന മോസ്ലി മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക് മാസിൻ്റെയല്ല മറ്റ് ആറ്റോമിക് നമ്പറിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി പീരിയോഡിക് നിയമം പരിഷ്കരിച്ച് പുതിയ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. ഇതാണ് ആധുനിക പീരിയോഡിക് നിയമം. അപ്പോൾ പണ്ട് മാസ് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ തരംതിരിച്ചത് മാറ്റി ആറ്റോമിക് നമ്പറാണ് മൂലകങ്ങളുടെ പ്രോപ്പർട്ടി തീരുമാനിക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് മൂലകങ്ങളുടെ ആരോഹണക്രമത്തിൽ, മൂലകങ്ങളുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ അവയെ ക്രമീകരിച്ച് പുതിയ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി. ഇതാണ് ആധുനിക പീരിയോഡിക് നിയമം. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചു. പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ പീരീഡുകൾ എന്നും കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. ഞാനിവിടെ ഒരു പീരിയോഡിക് ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ ഇതാണ് ഗ്രൂപ്പുകൾ. ഇവയ്ക്കെല്ലാം ഒരുപോലെയുള്ള രാസഭൗതിക ഗുണങ്ങളുണ്ടാകും. ഇത് ഗ്രൂപ്പുകളും ഇത് പീരീഡുമാണ്. വിലങ്ങനെയുള്ള നിരകളാണ് പീരിയഡുകൾ, കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. 1, 2, 13 മുതൽ 18 വരെയുള്ള എലമെൻസിനെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഗ്രൂപ്പ് 1, 2, പിന്നെ 13, 14, 15, 16, 17, 18 ഈ ഗ്രൂപ്പിലുള്ള എലമെൻസിനെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്നാണ് പറയുക. അതുപോലെ ഓരോ പീരീഡിലുമുള്ള മൂലകങ്ങളുടെ ഒരേ ലെവൽ ഓഫ് ഓർബിറ്റലായിരിക്കും. എക്സാമ്പിൾ, ഫസ്റ്റ് പീരീഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഓർബിറ്റൽ മാത്രമായിരിക്കും ഹൈഡ്രജനും ഹീലിയവും. സെക്കൻഡ് പീരീഡിൽ രണ്ടാമത്തെ ഓർബിറ്റലിലായിരിക്കും പോവുക. മൂന്നാമത്തെ പീരീഡിൽ മൂന്നാമത്തെ ഓർബിറ്റലിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോണുകൾസ് ഉണ്ടാവുക. മൂലകങ്ങളിൽ അവയുടെ ആറ്റങ്ങളിലെ ഷെല്ലുകളുടെ എണ്ണമാണ് പീരിയോഡിക് നമ്പർ. സെക്കൻഡ് പീരീഡിൽ 2 ഷെൽ ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഓർബിറ്റൽ ഉണ്ടാവും. മൂന്നാമത്തെ പീരീഡിൽ അവയുടെ ആറ്റങ്ങളിൽ 3 ഷെൽ ഉണ്ടാവും. ഇതാണ് പറയുന്നത്. 113 നിയോണിയം, 115 മോസ്കോവിയം, 117 ടെന്നസിൻ, 118 യൂറോഗനേഷൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ ബഹുമാനാർത്ഥം ഇട്ടിരിക്കുന്നതാണ്. അത് ഡിനോട്ട് ചെയ്യുക, അതിൻ്റെ പ്രതീകം OG എന്നാണ്. ഓർഗനൈസൻ എന്നാണ് അതിൻ്റെ പേര്.
അതുപോലെ വേറൊരു മൂലകം കൂടി പഠിക്കണം. 106 ആറ്റോമിക് നമ്പറുള്ള സീബോർഗിയം ഗ്ലെൻ സീബോർഗ് എന്ന ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മയ്ക്കായി ഇട്ട മൂലകമാണ് 106 സീബോർഗിയം. ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരേപോലെയായിരിക്കും. അതുപോലെ ബാഹ്യതമ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അതെല്ലാം ഒന്നാം ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇവയുടെ ബാഹ്യതമ ഇലക്ട്രോണിലെല്ലാം ഒരു ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് അവിടെ നോക്കാം, പീരിയോഡിക് ടേബിൾ നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ബാഹ്യതമ ഇലക്ട്രോണുകളെല്ലാം ഒന്നായിരിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ബാഹ്യതമ ഷെല്ലിൽ 2 ഉണ്ടാവും. 13ാം ഗ്രൂപ്പിൽ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. 14ാമത്തെ ഗ്രൂപ്പിൽ 4 ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. പീരീഡ് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകും തോറും ബാഹ്യതമ ഷെല്ലിൽ ഓരോ ഇലക്ട്രോണുകൾ വീതം കൂടിക്കൊണ്ടായിരിക്കും പോകുന്നത്. പിന്നെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ മിക്കവാറും പങ്കെടുക്കുക. ഇനി ഉപലോഹങ്ങൾ. ലോഹ സ്വഭാവം അലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സ്. സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആൻറ്റിമണി ഇവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും പിന്നെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെയും മൂലകങ്ങളെയാണ് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. മൂലകങ്ങളിൽ അവയുടെ ആറ്റങ്ങളിലെ ഷെല്ലുകളുടെ എണ്ണമായിരിക്കും അവയുടെ പീരിയോഡിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടാവുകയും അത് കാരണം അവയ്ക്ക് സ്ഥിരത ഓൾറെഡി കൈവരിക്കുകയും ചെയ്ത മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. എക്സാമ്പിളാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ. ഇവയ്ക്ക് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് അവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ നിൽക്കുകയില്ല. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു 1, 2, 13 മുതൽ 18 വരെയുള്ള ഈ മൂലകങ്ങളെല്ലാം ചേർത്താണ്, ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം ചേർത്താണ് പ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇതില്ലാതെ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പിനെയാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയുള്ളവയെ സംക്രമണ മൂലകങ്ങൾ. എന്താണ് സംക്രമണ മൂലകങ്ങൾ? 13ാമത്തെ ബോറോൺ ഫാമിലി. ബോറോൺ അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് എലമെൻറ്റ് ബോറോൺ ആണ്. അപ്പോൾ ബോറോൺ ഫാമിലി. 14ാമത്തെ ഗ്രൂപ്പിലാണ് കാർബൺ ഉള്ളത്. അപ്പോൾ കാർബൺ ഫാമിലി. കാർബണിൽ ഏതൊക്കെയുണ്ട്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഇനി 15ാമത്തെയാണ് നൈട്രജൻ. അപ്പോൾ നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലിയിൽ ഏതൊക്കെയുണ്ട്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മത്ത്. ഇനി 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഓക്സിജൻ. ഓക്സിജൻ, സൾഫർ, സെലേനിയം, ടെലൂറിയം, പൊളോണിയം. 17ാമത്തെ ഗ്രൂപ്പാണ് ഫ്ലോറിൻ. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഇവയെ ഹാലോജനുകൾ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അവയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. അവയിൽ അതൊക്കെയുണ്ട്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും ക്ലാസ് മതി. ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.